ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനും കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു എന്താ പറയുക, റീച്ചിനോ ഒന്നിനും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല. കാരണം ദീപക് എന്ന് പറഞ്ഞ ആ ചേട്ടന് എന്തായാലും നീതി എന്ന് പറഞ്ഞ സംഭവം കിട്ടണം. കാരണം ഒരു തെറ്റും ചെയ്യാതെയാണ് അയാൾ സ്വയം ആത്മഹത്യ ചെയ്തത്. ഷിംജിത എന്ന് പറഞ്ഞ ആ പെണ്ണ് കാരണം. അപ്പോൾ മാക്സിമം അവൾക്ക് കിട്ടാനുള്ള ശിക്ഷ എന്തായാലും കിട്ടണം. പിന്നെ ദീപക് എന്നുള്ള ആ ചേട്ടൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് താങ്ങാനുള്ള കരുത്ത്. അവരിപ്പോഴും വിഷമിച്ചിരിക്കുകയാണ്. ഓരോ വാർത്തകളും ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും എല്ലാം തുറന്നാലും ഇത് തന്നെയാണ്. അപ്പോൾ എനിക്കും തോന്നി ഇതിന് പ്രതികരിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ചെറിയൊരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ, നമ്മളെല്ലാവരും ബസ്സിൽ പോകുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് അവൾ ചെയ്ത വീഡിയോ എനിക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതെന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ ഈ ദീപക് എന്ന് പറഞ്ഞ ചേട്ടന് വേണ്ടിയിട്ട് നീതി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് റീച്ചിന് ഇതിനൊന്നും വേണ്ടിയിട്ടൊന്നല്ല. എനിക്കും സംസാരിക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാനൊരു യൂട്യൂബറാണല്ലോ, അപ്പോൾ എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി സംസാരിച്ചു. എന്തായാലും അയാൾക്ക് നീതി കിട്ടണം. എൻ്റെ പ്രാർത്ഥന അത് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അവർക്കും വേണ്ടിയിട്ട് പറ്റുന്ന പോലെ പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. നീതി എന്തായാലും കിട്ടണം. ന്യൂസിൽ കേൾക്കുന്നുണ്ട് നഷ്ടപരിഹാരം 1 കോടി, പിന്നെ വേറെ എന്തൊക്കെയോ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൾ ഒളിവിലാണെന്നൊക്കെ പറയണത്. എന്തായാലും അവളെ പിടിക്കണം, പോലീസ് പിടിക്കണം. പിന്നെന്താ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യണവരാണ്. കൽപ്പിച്ചു വിട്ടിട്ട് ആരും അങ്ങോട്ട് പോയി മുട്ടൊന്നുമില്ല. അപ്പം നമ്മൾ ഇങ്ങോട്ട് ഒരാൾ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയാം. ഇപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറി നിൽക്കുക കേട്ടോ, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ട്, അങ്ങനെ പറയാം. ഇത് അവളൊന്നും പറയാതെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതേപോലെ തന്നെ വീഡിയോസ് ചെയ്തിട്ട് അവരെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ ക്ലിപ്സ് കൊടുത്തിട്ട് അയാളെ കയ്യിലൊരു ബാഗുണ്ട്, ആ ബാഗ് പിടിച്ചിട്ട് അയാൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കണത്. അപ്പോൾ അയാൾ ഒരിക്കലും തെറ്റുകാരനല്ല. ഇവള് കൽപ്പിച്ചുകൂട്ടി അങ്ങോട്ട് പോയി മുട്ടിക്കൊടുക്കുകയാണ്. അത് എല്ലാവർക്കും ആ വീഡിയോയിൽ വ്യക്തമാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവൾ ബസ്സിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ബസ്സിൽ കയറുന്ന ആ രംഗം എല്ലാം ന്യൂസിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഈ റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ എന്തൊക്കെ വീഡിയോസ് ചെയ്യാനുണ്ട്, ഇത് തന്നെ വീഡിയോ എടുക്കണം. ഒരാളെ ജീവൻ വെച്ചിട്ട് വീഡിയോ എടുക്കണം നമുക്ക്. ഇനിയിപ്പോൾ എന്താ പറയുക, അവൾക്കിപ്പോൾ വരുന്നതൊക്കെ അവൾ ഏറ്റുവാങ്ങേണ്ടി വരും. പിന്നെ അതുപോലെ ദീപക് എന്ന് പറഞ്ഞ ചേട്ടന് നീതി എന്തായാലും കിട്ടണം. എൻ്റെയൊക്കെ പ്രാർത്ഥന അതാണ്, എല്ലാവരും പ്രാർത്ഥന അതാണ്. പിന്നെ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇക്ക എന്നോട് പറഞ്ഞു, പിന്നെ അതുപോലെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പ അവരൊക്കെ പറഞ്ഞു, ഏതായാലും യൂട്യൂബിൽ വീഡിയോ ചെയ്യണമല്ലേ, അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യേ എന്നൊക്കെ. ഓരോ സപ്പോർട്ട് കൊണ്ടാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനൊന്നും അല്ല. പിന്നെ വീണ്ടും വീണ്ടും പറയുന്ന റീച്ചിനും കാര്യത്തിനൊന്നും വേണ്ടിയിട്ടല്ല. ആ മരിച്ച ജിംഷിത എന്ന് പറഞ്ഞ പെണ്ണ് കാരണം മരിച്ച ദീപക് ചേട്ടന് എന്തായാലും നീതി കിട്ടണം. ഒന്ന് മാത്രമേ പറയാനുള്ളൂ, എന്തായാലും ദീപകിന് നീതി കിട്ടണം. അവൾക്ക് അതിനായിട്ടുള്ള തക്ക ശിക്ഷ എന്തായാലും കിട്ടണം. അത്രേ ഉള്ളൂ പറയാൻ. പബ്ലിക്കിൻ്റെ മുന്നിൽ നമുക്ക് റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത്. ഇപ്പം ഞാനൊരു പെണ്ണാണ്, ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. ആ ഒരാൾ കാരണം എല്ലാ പെണ്ണുങ്ങളും പറയിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക. പിന്നെ എന്തായാലും ദീപകിന് നീതി കിട്ടട്ടെ. പിന്നെ ഒരച്ഛന്, അമ്മ, അതുപോലെ അനിയന്, ഒരുപാട് കുറേ ആളുകളൊന്നും ഇല്ല തോന്നുന്നുണ്ട് ഓരോ കുടുംബത്തിൽ, അറിയില്ല. കൂടുതലായിട്ടൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ന്യൂസ് കണ്ടു, പിന്നെ ഒരുപാട് ആളുകളെ വീഡിയോസ് കണ്ടു, പിന്നെ റീൽസിൽ സംസാരിക്കുക, അതേപോലെ AI വെച്ചിങ്ങാണ്ട് ക്രിയേറ്റ് ചെയ്തിങ്ങാണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ദീപക് ഒന്ന് സംസാരിക്കുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ. അപ്പോൾ ഒരാൾ ആർക്കും ആരെയും ജീവനെടുക്കാൻ അർഹതയില്ല, പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് മാത്രമായിരിക്കും അയാളിത് ചെയ്തിട്ടുണ്ടാവുക. സമൂഹത്തിൽ അയാളെ കുറിച്ച് വേറെ രീതിയിൽ വന്നല്ലോ എന്നുള്ള ആ ഒരു ഇതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അതിന് കാരണക്കാരി ഷിംജിതല്ലേ. അപ്പോൾ അതിന് എന്തായാലും തക്ക ശിക്ഷ കിട്ടണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ദീപകിന് നീതി കിട്ടണം. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ പറയാൻ. ഓക്കെ, ബൈ.